ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽഹദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാഹ്, നമ്മളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം എന്താ? അസ്സലാഹ്, നിസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫറ, അതൊരു മനുഷ്യൻ മനഃപൂർവ്വം ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ അവിശ്വാസമാണ് കൈകൊള്ളുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് അവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കുക? എങ്ങനെ ശഫാഅത്ത് ലഭിക്കും? നിബിതങ്ങൾ സുജൂദിൽ വീഴുന്നുണ്ട്, അംബിയാഇന്റെ അരികത്തേക്ക് ചെല്ലുന്നുണ്ട്. നമ്മള് മനുഷ്യർ മുഴുവൻ ചൊല്ലും, ആദം നബിയെ ഒന്ന് പറയണേ, അല്ലാഹുവിനോട് വിചാരണ തുടങ്ങാൻ പറയണേ. എനിക്ക് സാധ്യമല്ല, പോയിക്കോളൂ നൂഹ് നബിയുടെ അടുത്തേക്ക്. നൂഹ് നബിയെ ഒന്ന് ശഫാഅത്ത് ചെയ്യണേ, എനിക്ക് സാധ്യമല്ല മക്കളെ, പോയിക്കോളൂ ഇബ്രാഹിം നബിയിലേക്ക്. എനിക്ക് സാധ്യമല്ല, പോയിക്കോളൂ. നിങ്ങൾ പോയി നോക്കൂ മൂസ നബിയിലേക്ക്. മൂസ നബിയും പറയും പോയിക്കോളൂ ഈസ നബിയിലേക്ക്. ഈസ നബി പറയും പോയിക്കോളൂ. ഇതിനൊക്കെ അർഹതപ്പെട്ട ഒരാളുണ്ടല്ലോ, മദീനയിലെ രാജകുമാരൻ മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന ഹംനെ ദേഖാ ഹൈ मगर नादीदा नादीदा, मदीना जाके हम समझे तक़द्दुस किसको कहते हैं, हवा पाकीज़ा पाकीज़ा, फिज़ा संजीदा संजीदा. മദീനയിലെ രാജകുമാരനായ ഹബീബായ നബിയെ, അങ്ങല്ലയോ അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത്, അങ്ങാണല്ലോ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു ഇന്റർസെഷൻ നടത്താൻ പോകുന്നത്. ശഫാഅത്ത് ചെയ്യാൻ അർഹതയുള്ളത് അങ്ങക്കല്ലയോ? അങ്ങല്ലയോ മഅസൂമും അല്ലാഹുവിന്റെ മെഹബൂബുമായവരെ? നബിയെ, അല്ലാഹുവിനോട് വിചാരണ തുടങ്ങാൻ പറയണം. ഈ ചൂടിൽ നിന്നിട്ട് സഹിക്കാൻ വയ്യ. നരകമാണെങ്കിൽ നരകം, സ്വർഗമാണെങ്കിൽ സ്വർഗം. ഈ നൃത്തം പറ്റില്ല നബിയെ, അല്ലാഹുവിനോട് വിചാരണ തുടങ്ങാൻ പറയൂ. ഇത് പറയുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ചെയ്യുന്ന പണി എന്താണ്? എന്താണ് നബി തങ്ങൾ ചെയ്യുന്നത്? ഏറ്റവും വലിയ മുസീബത്താണ് നമ്മൾക്ക് പരലോകത്ത് വരാൻ പോകുന്ന വിഷയങ്ങൾ. അവിടെ രക്ഷപ്പെടുത്താൻ പോവുകയാണ് ഹബീബ്. നബി തങ്ങൾ ചെയ്യുന്ന പണി എന്താണ്? ഞാൻ അല്ലാഹുവിന് സുജൂദിൽ വീഴുമെന്ന് റസൂലുള്ളാഹി. നിലനിൽക്കുന്ന സ്ഥലമായിരിക്കും മഹ്ശറാത്ത്. അല്ലാഹു ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയാക്കി മാറ്റിയതിന്റെ ശേഷം തെരഞ്ഞെടുക്കുന്ന സ്ഥലം അർളു ഷാം, ഷാമിന്റെ പ്രദേശമാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങൾ മഹ്ശറായുടെ തിരുമുറ്റമായി അല്ലാഹു സംവിധാനിക്കുന്നത്. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള്, ഈ ഭൂമിയോ ഈ ഭൂഖണ്ഡങ്ങളോ ഈ കടലോ ഈ ഓഷ്യൻസോ ഒന്നുമല്ല അന്നുണ്ടാവുക, മറ്റൊരു ഭൂമിയാണ്. ഇന്നെവിടെയാണോ ഷാം നിലനിൽക്കുന്നത്, പലസ്തീനും പരിസര പ്രദേശങ്ങളും ഉള്ളത്, അവിടെയാണ് ഖിയാമത്തിന്റെ മുറ്റമായി അല്ലാഹു തെരഞ്ഞെടുക്കുന്നത്. അല്ലാഹു ആ നേരം നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ 200 നിബിധങ്ങൾ പറഞ്ഞതിൽ 186 അസ്ബാബ് സുഗ്റ, ചെറിയ അടയാളങ്ങളിൽ 200ൽ 186 പുലർന്നു കഴിഞ്ഞു എന്ന് ഉലമാ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എത്രയേ ബാക്കിയുള്ളൂ? വളരെ കുറച്ച്. 10-14 ചെറിയ അലാമത്തുകളിൽ ബാക്കിയുള്ളൂ. എല്ലാം ഈ പറഞ്ഞതും ഇനി പുലരാൻ പോവുകയാണ്. ദുനിയാവിൽ പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടില്ലേ? എന്തൊക്കെ പറഞ്ഞു ഒക്കെ കണ്ടില്ലേ? നമുക്കിതുകൊണ്ട് ഈമാൻ വർദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാ ഈമാൻ ഉണ്ടാവുക? നമ്മുടെ നബി പറഞ്ഞത് ആ രീതിയിലേക്ക് ആ ലോകത്തിന്റെ പോക്ക് അല്ലേ? അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم يفتح الله علي ويلهمني من محامده. എന്തൊക്കെയാണ് അല്ലാഹുവിനെ സ്തുതി പറയേണ്ടതെന്ന് അല്ലാഹു എനിക്ക് ഇങ്ങനെ അറിയിച്ചു തരും. ഞാനതിങ്ങനെ അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ഫഅഖൂലു, ഞാൻ പറയും, യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി യാ റബ്ബി ഉമ്മത്തി. അല്ലാഹുവേ, എന്റെ ഉമ്മത്തികൾ അല്ലാഹ്, എന്നെ സ്നേഹിച്ചവരല്ലാ, എന്റെ സുന്നത്ത് പിൻപറ്റിയവരല്ലാ, എന്റെ ആളുകളല്ലാ. ഞാൻ എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി റബ്ബിനോട്
പറയുമ്പോ അള്ളാഹുവിന്റെ മറുപടി പറയും, അള്ളാഹുവിന്റെ മറുപടി വരും. നബിയേ തല ഉയർത്തൂ, നബിയേ നിങ്ങൾക്ക് ശഫാഅത്തുണ്ട്, നിങ്ങളുടെ ശഫാഅത്ത് സ്വീകരിക്കപ്പെടും. നബിയോട് പറയുകയായി, യാ മുഹമ്മദു, മുഹമ്മദ് നബിയേ അദ്ഖിൽ മിൻ ഉമ്മതിക മൻ ലാ ഹിസാബ അലൈഹി മിനൽ ബാബിൽ അയ്മനി മിൻ അബ്വാബിൽ ജന്ന. അങ്ങയുടെ ഉമ്മത്തികളിൽ ഒരു വിചാരണയുമില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന 70,000 ഉണ്ടല്ലോ നബിയെ. ആ 70,000 ആളുകളെ സ്വർഗത്തിന്റെ വലത് ഭാഗത്തെ വാതിലിലൂടെ കടത്തിക്കോളൂ നബിയെ. വഹും ശുറകാഉ الناس ഫീമാ സിവാഹു മിനൽ അബ്വാബ്. മറ്റു വാതിലുകളിൽ അവരും ബാക്കിയുള്ളവരും എല്ലാവരും പോകുന്ന വാതിലുകളാ മറ്റു വാതിലുകൾ. പക്ഷേ ഈ വലതു ഭാഗത്തുള്ള വാതിൽ ഹിസാബില്ലാതെ പോകുന്ന അല്ലദീന യതവക്കലൂൻ, അല്ലാഹുവിൽ വലിയ തവക്കലുള്ള ആളുകളുണ്ട്. അല്ലാഹുവിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചവരെ 70,000, അത് വലിയൊരു സംഖ്യയാണെന്ന്. 70,000 എന്ന അദദിൽ മുൻഹസ്റല്ല, ഒരുപാട് ആളുകൾ എന്നതിനർത്ഥമുണ്ട്. അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. അല്ലാഹു ചേർക്കാലോ നമുക്ക് ചോദിക്കാലോ നമ്മുടെ മഅ്ബൂദായ റബ്ബിനോട്. അല്ലാഹു നമ്മളെയൊക്കെ ഹിസാബില്ലാതെ റബ്ബ് നാളെ രക്ഷപ്പെടുത്തട്ടെ. അങ്ങനെ ഒരു വിചാരണയുടെ നാളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് അല്ലാഹു തരണമെങ്കിൽ നിസ്കാരം നിലനിർത്തുന്നവരാകണം. അല്ലാത്തവർക്കത് ഇല്ല. എവിടുന്ന് മനസ്സിലായി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ. يوم نحشر المتقين إلى الرحمن وفدا ونسوق المجرمين إلى جهنم وردا. മുഅ്മിനീങ്ങളെ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. അവിശ്വാസികളെ തെറ്റ് ചെയ്തവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഒറ്റക്കാണ്. ഒരാൾ ഒരു സെല്ലിൽ പാർപ്പിക്കുന്ന പോലെ ജയിൽ ശിക്ഷ കൊടുക്കുമ്പോഴേ 10-15 ആളുകൾ ഒരുമിച്ചൊരു സെല്ലിൽ അവരടച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നത് കാരാഗ്രഹമല്ല, സുഖവാസ കേന്ദ്രമാണ്. അപ്പോഴാണ് അവർ ഫേസ്ബുക്ക് ഓൺ ചെയ്യുന്നത്, വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴാണ് അവർ പുറം ലോകവുമായി കമ്മ്യൂണിക്കേഷൻ. എന്തൊരു സന്തോഷം ഒരുമിച്ചാണ്. ആ ഒരു സന്തോഷം പരലോകത്ത് അല്ലാഹു നൽകുന്നില്ല. ഓരോ കുറ്റവാളിയും ഒറ്റക്കാണ്, ഒരാൾ ഒരു സെല്ലിൽ. വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ. നരകത്തിലേക്ക് കൊണ്ടുവരുന്നത് ഓരോരുത്തരായിട്ടാണ്. അല്ലാഹുവിനെ രക്ഷപ്പെടുത്തണേ റബ്ബേ. മുത്തഖീങ്ങളെ കൊണ്ടുവരുന്നത് വഫ്ദൻ, സംഘം സംഘമായി. ആ സംഘത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ലാ യംലികൂന الشفاعة إلا من اتخذ عند الرحمن عهدا. കാരുണ്യവാനോടുള്ള കരാർ ചെയ്തവർക്കല്ലാതെ അവർക്ക് നാളെ ശഫാഅത്തില്ല, നബിയുടെ ശഫാഅത്തില്ല. കാരുണ്യവാന്റെ عند الرحمن عهدا, കാരുണ്യവാനോടുള്ള കരാർ ചെയ്തു കിട്ടിയവർക്കേ ഉള്ളൂ, അല്ലാത്തവർക്ക് നാളെ ശഫാഅത്തില്ല. ഏതാണ് ഈ അഹദ് എന്നറിയുമോ? അൽ അഹദുല്ലദീ ബൈനനാ വബൈനഹും, നമ്മളും ശത്രുക്കളും തമ്മിലുള്ള വ്യത്യാസം അസ്സലാഹ്, നിസ്കാരമാണ് ഈ അഹദ് എന്ന് റസൂലുള്ളാഹി. നിസ്കാരമെന്ന അഹദ് അത് ചെയ്തവർക്കേ നാളെ ശഫാഅത്തുള്ളൂ. അതുമാത്രമല്ല, നബി തിരിച്ചറിയുന്നതും അങ്ങനെയാണ്. ഒരു സ്വഹാബിയുടെ ഖബർ മറവ് ചെയ്ത്, സ്വഹാബിയെ മറവ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലേ മുത്തുനബി പറഞ്ഞത്, വദിത്തു ലൗ റഅയ്തു ഇഖ്വാനി, എന്റെ സഹോദരന്മാരെ കണ്ടെങ്കിലെന്ന് കൊതി തോന്നിപ്പോകുന്നു. സ്വഹാബത്ത് ചോദിച്ചു, വല്ല നബിയേ അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരന്മാർ? അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്, എന്റെ സഹോദരന്മാര് ഇനിയും വരാത്തവരാണ്, ഇനിയും വന്നിട്ടില്ലാത്തവരാണ്. അല്ലദീന ലം യഅ്തൂ ബഅദ്, ഇതുവരെ വന്നിട്ടില്ലാത്തവർ. അവർ ചോദിച്ചു, നബിയേ وكيف نعرف من لم يأت بعد من أمتك يا رسول الله. അല്ലാഹുവിന്റെ ദൂതരെ, ഇനിയും ജനിച്ചിട്ടില്ലാത്ത ആളുകൾ, കാലാകാലങ്ങളിൽ മുസ്ലിമായി വരുന്ന, ഇനി എമ്പാടും ഖിയാമത്ത് നാൾ വരെ ഇസ്ലാം സ്വീകരിച്ചു വരുന്ന ആളുകളെ എങ്ങനെ അങ്ങേക്കറിയാം നബിയെ? എങ്ങനെ അറിയാൻ പറ്റും? ഞങ്ങളുടെ ചോദ്യം നോക്കണം. തങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു,
നിങ്ങൾ പറഞ്ഞു തരൂ സഹാബികളെ, നിങ്ങൾ പറഞ്ഞു തരൂ, ഒരു മനുഷ്യന് നല്ല വെളുത്ത കൈകാലുകളും മുഖവും വെളുത്ത ഒരു കുതിരക്കൂട്ടമുണ്ടെന്ന് സങ്കല്പിക്കുക. കുതിരക്കൂട്ടം, ആ കുതിരകളിൽ കൈകാലുകൾ വെളുപ്പുള്ള കുതിരകളുണ്ട്. ശരീരം മുഴുവനും കറുത്ത ആയിരക്കണക്കിന് കുതിരകൾക്കിടയിൽ കൈകാലുകൾ മാത്രം വെളുത്ത കുതിരകളെ അതിന്റെ ഉടമസ്ഥനെ തിരിച്ചറിയാൻ വല്ല പ്രയാസവുമുണ്ടോ? ഇല്ല നബിയേ. എങ്കിൽ നാളെ നിങ്ങൾ പരലോകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലി വുദൂ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ 5 നേരത്തെ നിസ്കാരത്തിന്. ആ വുദൂഇന്റെ വെള്ളം നിങ്ങൾ എവിടെയൊക്കെയാണോ വുദൂഇന്റെ അവയവങ്ങൾ ഉപയോഗിച്ചില്ലേ, ആ വുദൂഇന് ഉപയോഗിച്ച വെള്ളം നിങ്ങളുടെ കൈകാലുകൾക്ക് നാളെ ശോഭ തരും. നിങ്ങളുടെ കൈകാലുകൾ തിളങ്ങും. ആ തിളക്കം കൊണ്ട് നിങ്ങളെ ആൾക്കൂട്ടത്തിനിടയിൽ എന്റെ ഉമ്മത്തുകളെ ഞാൻ തിരിച്ചറിയുമെന്ന് ഉമ്മത്തിന്റെ ഗുരു റസൂലുള്ളാഹ്. അങ്ങനെ ഒരു നല്ലൊരു വുദൂ എടുക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ മുമ്പിൽ കൈകാലുകൾ വെളുപ്പിക്കാനുള്ള നൂറാകാൻ പോകുന്ന വെള്ളമാണിത്. ഈ വെള്ളമാണ് ഇനി വെളിച്ചമാവാൻ പോകുന്നത്. അത് മാത്രമല്ല, നരകത്തിലേക്ക് കടന്ന് ചില മുഅ്മിനീങ്ങൾ പറയും, അല്ലാഹുവേ, എന്റെ വേണ്ടപ്പെട്ട ആളുകൾ നരകത്തിലുണ്ടല്ലോ, അവരെനിക്ക് കാണണം, എനിക്കവരെ വേണം സ്വർഗ്ഗത്തിലേക്ക്. പാപങ്ങൾ ചെയ്തു പോയ വിശ്വാസികൾ, ഈമാനുണ്ട് പക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ അവർക്ക് നരകം പോവേണ്ടി വരും. അത്തരക്കാരെ രക്ഷപ്പെടുത്തപ്പെടും. ഈമാനുള്ളവരെ അല്ലാഹു എന്നെങ്കിലും രക്ഷപ്പെടുത്തുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഈമാൻ അല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹു ഒരു നിമിഷം പോലും നരകത്തിൽ കിടത്താതെ അവന്റെ സ്വർഗ്ഗത്തിൽ നമ്മൾ എത്തിക്കട്ടെ. അല്ലാഹുവിന്റെ മലക്കുകൾ അവരെ നരകത്തിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ എടുത്തു ചാടുന്നുണ്ട്. ഈ കൂട്ടുകാരെ കൊണ്ടുവരാൻ നരകത്തിലേക്ക് ചെല്ലുമ്പോൾ നരകത്തിന്റെ നിറം കറുപ്പാണല്ലോ. നരകം ഇരുട്ടുള്ളതും കറുത്തതുമാണ്. ആ നരകത്തിൽ മലക്കുകൾ ചെന്ന് മുഅ്മിനീങ്ങളുടെ കൂട്ടുകാരെ തെരഞ്ഞു നടക്കുമ്പോൾ ഈ ഒരു സംഘത്തിനിടയ്ക്ക്, ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു വാപ്പ ഒരു മകൻ അന്വേഷിച്ച് നടക്കുന്ന പോലെ എവിടുന്നറിയും, എവിടുന്ന് കിട്ടും എന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുന്ന ആളുകളെ മാലാഖമാർ തിരിച്ചറിയുന്നത് സുജൂദ് ചെയ്ത നെറ്റികളിൽ ഒരു പ്രകാശമുണ്ട്. നരകത്തിൽ കിടക്കുന്ന മനുഷ്യനാണെങ്കിലും അല്ലാഹുവിന് സുജൂദ് ചെയ്തിട്ടുണ്ടല്ലോ ഭൂമിയിലുള്ളപ്പോ, ആ സുജൂദിന്റെ വെളിച്ചം നെറ്റിയിൽ കാണുമ്പോ കൈപിടിച്ച് കൊണ്ടുവരും മാലാഖമാർ. ആ സുജൂദ് ചെയ്യാത്തവർക്ക് ഈ ഭാഗ്യം കിട്ടുമോ? അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാത്തവർക്ക് നരകത്തുള്ള അവസാനം രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ ആ വിഷയത്തിൽ രക്ഷപ്പെടുത്തണമെങ്കിൽ, ഈ കരിഞ്ഞു കിടക്കുന്ന മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കണമെങ്കിൽ നരകത്തിൽ പോലും അവിടെ നെറ്റിയിലെ സുജൂദിന് അടയാളമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്തുന്ന തീയിലേക്ക് വീഴുമ്പോഴും അല്ലാഹുവിന് വേണ്ടി നെറ്റിവെച്ച ആ ഒരു ഭാഗത്ത് വെളിച്ചമുണ്ട്.